ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 3 സമാന്തര ശ്രേണിയും ബീജഗണിതവും പേജ് 63-ലെ അഞ്ചാമത്തെ ചോദ്യം. ക്ലാസ് 10 മാത്സിന്റെ അഞ്ചാമത്തെ ചോദ്യമാണ്. ചോദ്യം നോക്കൂ. 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. അപ്പോൾ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കാൻ ആദ്യം സമാന്തര ശ്രേണിയുടെ പൊതുരൂപം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് xn എന്ന് പറയുന്ന പൊതുരൂപം കിട്ടും. ഇനി xnന്റെ വർഗം എന്താണെന്ന് നോക്കുക. അപ്പോൾ xnന്റെയും xn സ്ക്വയറിന്റെയും പൊതുരൂപം, ബീജഗണിത രൂപം ഒന്ന് തന്നെയാണെങ്കിൽ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ശ്രേണി 4, 7, 10, 13. ഇനി ഈ സമാന്തര ശ്രേണിയുടെ പൊതുരൂപം xn dn പ്ലസ് f മൈനസ് d. അപ്പൊ ആദ്യം നമുക്ക് ഒന്നാം പദം എഴുതാം. 4, പൊതുവ്യത്യാസം d, 7 മൈനസ് 4 3. ഇനി f മൈനസ് d കണ്ടുപിടിക്കാം. f മൈനസ് d 4 മൈനസ് 3 1. അപ്പോൾ xn എന്തായിരിക്കും? 3n പ്ലസ് 1. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ പൊതുരൂപം xn സമം 3n പ്ലസ് 1 ആണ്. ഇനി നമുക്ക് xnന്റെ വർഗം എന്തായിരിക്കും? xn സ്ക്വയർ ആയിരിക്കുമല്ലോ. അത് എഴുതി നോക്കാം. xn സ്ക്വയർ സമം 3n പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ബീജഗണിത സമവാക്യം ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് 3n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ, അത് 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1. ഇനി ഇവിടെ നമുക്ക് ആദ്യത്തെ രണ്ട് പദങ്ങളിൽ എന്താണ്? 3 പൊതുവാണ്, 3n പൊതുവാണ്. കാരണം xnന്റെ ബീജഗണിത രൂപം 3n പ്ലസ് 1 ആയതുകൊണ്ട് ആ രൂപത്തിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ 3nനെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ടാവും? 3n പ്ലസ് 2, പിന്നെ ഈ 1 ഉണ്ടാവും. അപ്പോൾ 3n ഇൻറ്റു 3n പ്ലസ് 2 പ്ലസ് 1. ഈ 3n പ്ലസ് 2 ഒരു എണ്ണൽ സംഖ്യയാണ്. അത് നമുക്ക് k എന്ന് വിചാരിക്കാം. ഇനി n-നെ k കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് വീണ്ടും ഒരു എണ്ണൽ സംഖ്യ കിട്ടും. അപ്പോൾ അത് m എന്ന് എടുക്കാം. അപ്പോൾ n ഇൻറ്റു 3n പ്ലസ് 2, അതിന് പകരം m എന്ന് എഴുതുന്നു. അപ്പൊ നമുക്ക് xn സ്ക്വയറിന്റെ പൊതുരൂപം 3m പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? xnന്റെയും xn സ്ക്വയറിന്റെയും പൊതുരൂപം ഒരേപോലെയാണ്. അതായത് രണ്ടിനെയും 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 1 ആണ് കിട്ടുന്നത്. അതായത് xn സ്ക്വയറിന്റെ പൊതുവാക്യം xnന് തുല്യമാണ്. അതുകൊണ്ട് ഈ ശ്രേണിയിലെ പദങ്ങളുടെ വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.